today we are going to discuss another very interesting topic, that is excess capacity under monopolistic competition. Okay, ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ലോങ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് വിത്ത് ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷൻ. ഓക്കെ, ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ. ഓക്കെ, അധിക ടോപ്പിക്കിൻ്റെയും ലോങ് വീഡിയോസും അതേപോലെ ഷോർട്ട് വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം പല വിദ്യാർത്ഥികൾക്കും വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഡയഗ്രാംസൊക്കെ A to Z അനലൈസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇഷ്ടപ്പെടുക. പക്ഷേ ചില സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എക്സസ് കപ്പാസിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഓക്കെ, then here we are facing another simple question, is that whether it is associated with short run or long run. What is the answer? Definitely excess capacity that come under long run period of monopolistic competition. Okay, രണ്ട് പോയിന്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, എക്സസ് കപ്പാസിറ്റി ഈസ് അസോസിയേറ്റഡ് ഓർ ലിങ്ക്ഡ് ടു മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, വൺ ഓഫ് ദ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻസ്. ഓക്കെ, മൊണോപ്പൊളി അല്ല, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ല, ഒലിഗോപ്പൊളി അല്ല, ദാറ്റ് ഈസ് monopolistic competition. Then second point is that excess capacity that we can see in the long run period. Okay, long run ന്റെ പ്രത്യേകത എന്താ? മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഇക്വിലിബ്രിയം, there is only one possibility, that is normal profit which resembles or manifest the feature of perfect competition. Okay, perfect competition ലോങ് റണ്ണിൽ എന്ത് മാത്രമേ ഉള്ളൂ? നോർമൽ പ്രോഫിറ്റേ ഉള്ളൂ. അതേപോലെ തന്നെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്താണ്? നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അഥവാ എക്സസ് പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. റൈറ്റ്, but here we need to understand first who actually explained in a systematic manner this topic, excess capacity, that is clearly discussed by E.H. Chamberlain. അദ്ദേഹത്തിന്റെ പുസ്തകം നമുക്കറിയാം, തിയറി ഓഫ് monopolistic competition. Then in simple way we can define it as excess capacity is equal to ideal output minus actual output. Okay, simple definition ആണ്. ഒരു 2 മാർക്ക് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ you can just write down excess capacity refers to the difference between ideal output or optimum output. We can use this term, optimum output and actual output. വാട്ട് ഈസ് ദ മീനിങ്? ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഫേമിൻ്റെ എല്ലാ കപ്പാസിറ്റി ഉപയോഗിച്ചിട്ട് 1000 യൂണിറ്റ്സ് ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ഫേമിൻ്റെ സൈസും അതിൻ്റെ പ്ലാന്റിൻ്റെ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് 1000 യൂണിറ്റ്സ് ഉൽപ്പാദിപ്പിക്കാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. പക്ഷേ ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയേ ഉള്ളൂ? 800 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഫേമിൻ്റെ ഒപ്റ്റിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഐഡിയൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്ര? 1000 യൂണിറ്റ്സ് ആണ്. പക്ഷേ ആക്ച്വൽ ഔട്ട്പുട്ട് അറ്റൈൻ ചെയ്തത് എത്രയേ ഉള്ളൂ? 800. Then the difference between 1000 units and 800 units is the excess capacity, that is 200 units. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. That is excess capacity is equal to ideal or optimum output minus actual output. Okay, ഐഡിയൽ ഔട്ട്പുട്ടിന് മറ്റൊരു പേരാണെന്ത്? സോഷ്യലി ഡിസൈറബിൾ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ഓർ ടെക്നിക്കലി ഫീസിബിൾ ഓർ ടെക്നിക്കലി ഒപ്റ്റിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ, നൗ അനദർ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഇസ് ദാറ്റ് excess capacity that we can define like this. Okay, excess capacity എന്താന്ന് പറയാൻ പോവാണ്. Excess capacity is the difference between ideal output. What is ideal output? That is an optimum output that can be produced at the lowest point of the long run average cost. That is the keyword that we can see in this sentence. Ideal output that is corresponding to the minimum cost level on the long run average cost curve. That is very, very important. Okay, ideal output നമുക്ക് എവിടെ കാണാം? Ideal output is associated or corresponding to the minimum cost level on the long run average cost curve. Confusion avanda, we will explain. And the output actually attained in long run equilibrium. Okay, ഞാൻ അണ്ടർലൈൻ ചെയ്തതൊക്കെയാണ് ഇതിൻ്റെ കീവേഡ്. ഒന്നെന്താണ്? ദാറ്റ് ഈസ് ideal output that we can see or we can produce at the minimum cost level on the long run average cost. Then another keyword is that the actual output that attained in long run equilibrium under monopolistic competition. Okay, അപ്പോൾ ഈ പോയിന്റ് ആണ് നിങ്ങൾ ഒരു 2 മാർക്ക് ചോദിച്ചാൽ ഫോക്കസ് ചെയ്യേണ്ടത്. റൈറ്റ്, നൗ വി ക്യാൻ
measure the excess capacity, or we can show the excess capacity under monopolistic competition through a simple diagram. Okay, ഡയഗ്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ലോങ് റൺ ഇക്വിലിബ്രിയം ഡിസ്കസ് ചെയ്തു. ഞാൻ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ലോങ് റൺ ഇക്വിലിബ്രിയമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ആ ലോങ് റൺ ഇക്വിലിബ്രിയത്തിൽ ചെറിയ 2-3 കാര്യങ്ങൾ ആഡ് ചെയ്താൽ എന്തായി? എക്സസ് കപ്പാസിറ്റി ആയി. 5 മാർക്ക് ചോദിച്ചാലും എസ് എ ചോദിച്ചാലും മനോഹരമായിട്ട് നമുക്ക് ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് the excess capacity with the help of a simple diagram. Okay. Excess capacity is associated with long run equilibrium of monopolistic competition. Long run il ഏത് ഒരു പോസിബിലിറ്റി ഉള്ള എന്താണ്? നോർമൽ പ്രോഫിറ്റ് ആണ്. കാരണം അവിടെ എൻട്രി ആൻഡ് എക്സിറ്റ് ഫ്രീ ആണ്, ഈസി ആണ്. അതുകൊണ്ട് തന്നെ ലാഭമുള്ള ഫേംസിന് അബ്നോർമൽ പ്രോഫിറ്റ് കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? ഒത്തിരി ന്യൂ ഫേംസ് എൻ്റർ ചെയ്യുന്നു, നോർമൽ പ്രോഫിറ്റിലേക്ക് വരുന്നു. കാരണം എന്താ? അബ്നോർമൽ പ്രോഫിറ്റ് കോമ്പീറ്റ് അവേ ചെയ്യുന്നു. ഓക്കെ, ലോസ് ഉള്ള ഫേമൊക്കെ എന്ത് ചെയ്യുന്നു? ഇൻഡസ്ട്രിയിൽ നിന്ന് അഥവാ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകുന്നു, എക്സിറ്റ് പോകുന്നു. അങ്ങനെ അവിടെ ഒരു പോസിബിലിറ്റി ഉള്ളത് നോർമൽ പ്രോഫിറ്റ്. അതേപോലെ തന്നെ എവിടെയും പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എന്തേ ഉള്ളൂ? നോർമൽ പ്രോഫിറ്റേ ഉള്ളൂ. ഓക്കെ, പക്ഷേ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എന്തുണ്ട്? ഐഡിയൽ ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്താണ്? ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഉണ്ട്, ബട്ട് ആ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഈസ് നോട്ട് ഈക്വൽ ടു ഐഡിയൽ ഔട്ട്പുട്ട്. ദാറ്റ് ഈസ് ദ ക്രക്സ്. ഓക്കെ, നൗ വി ക്യാൻ ഡ്രോ ദ ഫിഗർ. പ്ലീസ് ലിസൺ വെരി കെയർഫുള്ളി. ഞാൻ മൾട്ടിപ്പിൾ കളേഴ്സ് വെച്ചിട്ട് ചെയ്യാം, നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, സി എൻ്റെ കൂടെ ഉണ്ടാവണേ, സിമ്പിളാണ്. സി ഓ x axis, here we can take output. Okay, then OY axis, you know, we can measure price, then revenue and cost. Okay, now here, you know, the first step is that we need to draw first, you know, average revenue curve. That is, you know, demand curve. Average revenue curve which is equal to demand curve, we know, which is the price curve, we know. Then another thing is that we need to draw marginal revenue curve, that is under average revenue curve. നമുക്കതൊക്കെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ തറോ ആയിട്ട് പഠിച്ച കാര്യങ്ങളാണ്. മാർജിനൽ റവന്യൂ അത് ഇവിടെ കട്ട് ചെയ്ത് നെഗറ്റീവൊക്കെ പോകട്ടോ. ഓക്കെ, ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, യു നോ, തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ലോങ് റൺ ആവറേജ് കോസ്റ്റ്. വൈ LIC ലോങ് റൺ ആവറേജ് കോസ്റ്റ്? ബിക്കോസ് വി ആർ ഡിസ്കസിങ് ലോങ് റൺ equilibrium of monopolistic competition, where we can see normal profit that shows excess capacity. Okay, അപ്പോൾ നമുക്കറിയാം യു ഷേപ്പ് ആണല്ലോ അല്ലേ? യു ഷേപ്പ് ആണ് കർവ്. സി ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഞാൻ വരയ്ക്കാണ് കേട്ടോ. യു ഷേപ്പിലാണ്. ഇതെന്ത് ചെയ്തു? നമ്മുടെ ആവറേജ് റവന്യൂ കർവിനെ ടച്ച് ചെയ്തു. ഓക്കെ, യു ഷേപ്പ് ആണല്ലോ. ദെൻ ഇത് ഇങ്ങനെ വരുന്നു. ദിസ് ഈസ് ദ, യു നോ, ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ഓക്കെ, ലോങ് റൺ ആവറേജ് കോസ്റ്റിൽ നമ്മൾ ആദ്യം അവിടെ നോട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോങ് റൺ ആവറേജ് കോസ്റ്റിൻ്റെ മിനിമം പോർഷൻ കാണും കേട്ടോ. കാരണം ഇവിടെ ഇങ്ങനെ ടാൻജൻ്റ് ചെയ്ത് പിന്നെ ഇങ്ങനെ വരുന്നതാണ് മിനിമം പോർഷൻ. ഓക്കെ, യെസ്, ആ മിനിമം പോർഷനിലൂടെ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ലോങ് റൺ മാർജിനൽ കോസ്റ്റ് പാസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത സംഭവമാണ്. സി ലോങ് റൺ മാർജിനൽ കോസ്റ്റ്, അതും യു ഷേപ്പ് ആണ്, നമുക്കറിയാം യു ഷേപ്പ് ആണ്. This is long run marginal cost. Okay, now we know we can represent all the points here. What is the equilibrium condition? You know, long run marginal cost is equal to margin revenue, then long run marginal cost cut margin revenue from below. Okay, അപ്പോൾ നമുക്കറിയാം this is the equilibrium point. Okay, equilibrium point ആണ്. ഞാൻ എന്ത് ചെയ്യുന്നു? അവിടെ ഇ എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇക്വിലിബ്രിയം പോയിന്റ്. ആ ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് നമ്മൾ എന്താണ്? ഔട്ട്പുട്ട് ആക്സിസിലേക്ക്, കാരണം OX ആക്സിസ് മെഷർ ചെയ്യുന്നത് എന്താ? ഔട്ട്പുട്ടാണ്. സി ഞാനിവിടെ മാർക്ക് ചെയ്യാണ് OQ1. ഓക്കെ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഇക്വിലിബ്രിയം ഔട്ട്പുട്ടാണ്. ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ആണ് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന ഔട്ട്പുട്ട് ലെവലാണ്. പക്ഷെ അതെന്താകണമെന്നില്ല? ഐഡിയൽ ഔട്ട്പുട്ട് ആകണമെന്നില്ല. ഐഡിയൽ ഔട്ട്പുട്ട് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ലോങ് റൺ ആവറേജ് കോസ്റ്റിൻ്റെ മിനിമം പോർഷനിൽ ആയിരിക്കണം. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്താണ്? പ്രൈസ് കാണും. പ്രൈസ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ആവറേജ് റവന്യൂ കർവ് അഥവാ ഡിമാൻഡ് കർവിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യണം. അവിടെ നമ്മൾ എന്താണ്? വെർട്ടിക്കൽ ആക്സിസിലേക്ക് കൊണ്ടുപോകണം. കാരണം വെർട്ടിക്കൽ ആക്സിസിലാണ് നമുക്ക് എന്താ ഉള്ളത്? പ്രൈസ് ഉള്ളത്. ഞാനിവിടെ എന്ത് ചെയ്യുന്നു? P1 എന്ന് കൊടുക്കുന്നു.
ഓക്കെ, ഔട്ട്പുട്ട് ലെവൽ എന്താണ്? Q1 ആണ്. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് കാണണം അല്ലേ? കോസ്റ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ലോങ് റൺ ആവറേജ് കോസ്റ്റിൽ കട്ട് ചെയ്യുന്നത് നോക്കണം. അതും എന്താണ്? സെയിം ആണ്. അപ്പോൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു C or P1 സെയിം ആണ്. ഓക്കെ, ദാറ്റ് ഈസ് വൈ യു നോ ഇറ്റ് റിഫ്ലെക്ട്സ് നോർമൽ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ E എന്ന് പറയുന്ന പോയിന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ലോങ് റൺ മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ. ഞാനതങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ മെഷർ ചെയ്യേണ്ടത്, നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? A എന്ന് കൊടുക്കുന്നു കേട്ടോ. എൻ്റെ പ്രത്യേകത എന്താണ്? നോർമൽ പ്രോഫിറ്റ് ആണ്. കാരണം ഇവിടുത്തെ ടോട്ടൽ റവന്യൂ എന്താണ്? OQ1 AP1. ഓക്കെ, കോസ്റ്റ് എന്താണ്? സെയിം ആണ്, OQ1 AP1 ഓർ AC. ഓക്കെ, അപ്പോൾ ഹിയർ യു നോ വി ക്യാൻ സി total revenue is equal to total cost. That is why it reflects only normal profits or break even points. Break even points ന്റെ പ്രത്യേകത എന്താ? ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമുക്കറിയാം. Now we need to identify the minimum point on long run average cost. ഓക്കെ, അവിടെ നമുക്കറിയാം മിനിമം പോയിന്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ലോങ് റൺ മാർജിനൽ കോസ്റ്റ് ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ പോയിന്റ് അറിയാം. സി, ആ പോയിന്റ് വരുന്നത് ഇവിടെയാണ്. ഓക്കെ, അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനിങ്ങനെ ഡോട്ട് ലൈൻ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഔട്ട്പുട്ട് ആക്സിസിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. ഓക്കെ, ഇവിടേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു. ദിസ് ഈസ് യുനോ ക്യൂ സ്റ്റാർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. ദിസ് വൺ Q. അവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വേറൊരു മാറ്റർ എന്ന് പറയുന്നത്, സി, ഈ പോയിന്റിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് പ്രൈസിലേക്കും കൊണ്ടുവരാണ് കേട്ടോ. ഓക്കെ, പ്രൈസിലേക്ക് കൊണ്ടുവരാണ്. പ്രൈസിൽ ഞാൻ എന്ത് കൊടുത്തു? P എന്നുള്ള ലെറ്റർ കൊടുക്കുന്നു. സി, ഇതെന്താണ്? വിച്ച് ഈസ് ടാൻജന്റ് ടു ദി ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ഓക്കെ, ഇവിടുത്തെ പ്രത്യേകത ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ വിച്ച് ഈസ് ഈക്വൽ ടു പ്രൈസ് വിച്ച് ഈസ് ഈക്വൽ ടു ഡിമാൻഡ്. അത് എവിടുത്തെ കണ്ടീഷനാണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, ഹിയർ യു നോ പെർഫെക്റ്റ് കോമ്പറ്റീഷന് ഡിമാൻഡ് കർവ് ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷന് ഡിമാൻഡ് കർവ് എന്താണ്? സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു ഔട്ട്പുട്ട് ആക്സിസ്. ഓക്കെ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. പക്ഷെ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷന്റെ ഡിമാൻഡിന്റെ ഷേപ്പ് എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ദെൻ വാട്ട് ഈസ് എക്സസ് കപ്പാസിറ്റി? അത് നിങ്ങൾ എന്ത് ചെയ്യണം? വരച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കാണിക്കുക. സി, ദിസ് ഈസ് എക്സസ് കപ്പാസിറ്റി. ഞാൻ ഈ എടുത്ത ഈ പോർഷൻ ആണ് എന്ത്? എക്സസ് കപ്പാസിറ്റി. ഇങ്ങനെ എക്സാമിന് ഇങ്ങനെ കൊടുക്കണം കേട്ടോ. എക്സസ് കപ്പാസിറ്റി, ദാറ്റ് ഈസ് യു നോ ദി ഡിഫറൻസ് ബിറ്റ്വീൻ Q ആൻഡ് Q1 റിഫ്ലെക്ട്സ് എക്സസ് കപ്പാസിറ്റി. അപ്പോൾ ഇവിടെ ഉണ്ട് ഈ പോയിന്റ് ആണ് എന്ത്? എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എക്സസ് കപ്പാസിറ്റി ഇവിടെ പറയാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം ലോങ് റണ്ണിൽ എൻട്രിയും എക്സിറ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെന്താണ്? നോർമൽ പ്രോഫിറ്റ് മാത്രമാവും, അത് സ്റ്റേബിൾ ആവും. അവിടെ പിന്നെന്താണ്? ഫർദർ എൻട്രിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫേം ഔട്ട്പുട്ടോ പ്രൈസിലൊന്നും മാറ്റം വരുത്താത്ത ഒരു ഇക്വിലിബ്രിയം പോയിന്റിലെത്തുന്നു. പക്ഷെ ആ ഇക്വിലിബ്രിയം പോയിന്റിന്റെ പ്രത്യേകത A എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ഫാളിംഗ് പോർഷൻ ഓഫ് ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ഈ ഫാളിംഗ് പോർഷൻ ആണ്. ഓക്കെ, ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന പോയിന്റ്. പക്ഷെ ആ മിനിമം അല്ല. മിനിമം ഉള്ള പോയിന്റിന് ഞാൻ എന്ത് കൊടുക്കുന്നു? B എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പോർഷൻ A to B എന്ന് പറയുന്നത് എന്താണ്? എക്സസ് കപ്പാസിറ്റിയാണ്. ആ ലോങ് റൺ ആവറേജ് കോസ്റ്റിന്റെ മിനിമം പോയിന്റിൽ ആരെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്? ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. കാരണം സോഷ്യലി ഡിസൈറബിൾ ആയിട്ടുള്ള സമൂഹത്തിന് അഭിലഷണീയമായ ഒരു ഔട്ട്പുട്ട് ലെവലാണ് Q. അത് എവിടെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ലോങ് റൺ ആവറേജ് കോസ്റ്റിന്റെ മിനിമം പോയിന്റിൽ. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്ത് കാണിച്ചു കൊടുക്കുക. OX ആക്സിസ് ഹിയർ യു നോ ഔട്ട്പുട്ട്. ഓക്കെ, ദെൻ OY ആക്സിസ് യു നോ പ്രൈസ്, ദെൻ റവന്യൂ ആൻഡ് കോസ്റ്റ്. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? നമുക്കറിയാം. സി, ദിസ് ഈസ് ദി ഡിമാൻഡ് കർവ്. ദാറ്റ് ഈസ് യു നോ ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു ഡിമാൻഡ് ആൻഡ് പ്രൈസ്. ദെൻ ഹിയർ യു നോ സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കാണിച്ചു കൊടുക്കാം? ലോങ് റൺ ആവറേജ് കോസ്റ്റ്. സി, this is the long run average cost. Long run average cost. Okay, then ഇനി നമുക്ക് അവിടുന്ന് കാണിച്ചു കൊടുക്കാനുള്ളത് ഏതാണ്? ലോങ് റൺ മാർജിനൽ കോസ്റ്റ് ആണ്. സി, മിനിമം പോയിന്റിലാണ് എന്ത് ചെയ്തു? കട്ട് ചെയ്തു. സി, ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. ദെൻ ദിസ് ഈസ് ദ ഔട്ട്പുട്ട് ലെവൽ. ഇതാണ് നമ്മളെ OQ. ഓക്കെ, OQ എന്ന് പറയുന്നു. ദെൻ ഇവിടെയാണ് എന്തുള്ളത്? പ്രൈസ് ഉള്ളത്. ഓക്കെ, ദിസ് പ്രൈസ്. ദെൻ ഹിയർ ഐ വുഡ് ലൈക്ക് ടു റൈറ്റ് ഡൗൺ E. ഓക്കെ, ദെൻ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമുക്ക് കാണുന്നത് എന്താണ്? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്? മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു ലോങ് റൺ മാർജിനൽ കോസ്റ്റ് വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു ആവറേജ് റവന്യൂ ആൻഡ് മോർ ഇൻട്രസ്റ്റിംഗ് ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു
ലോങ് റൺ ആവറേജ് കോസ്റ്റ്. കൂടുതൽ അതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ എന്താണ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും അതേപോലെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്തായിരിക്കും അവിടെ സെയിം ആയിരിക്കും. ഓക്കെ, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ആൻഡ് ഓൾസോ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ എവിടെ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്? പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടലാണ്. അതുകൊണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഐഡിയൽ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ദെൻ അതുപോലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷന്റെ ഔട്ട്പുട്ട് എത്രയാണ്? OQ ആണ്. ഞാൻ Q നിട്ടു. ദിസ് Q ഈസ് ലെസ് ദാൻ monopolistic competition എന്താണ്? Q1 ആണ്. This Q1 is less than the output level of perfect competition, that is Q. Okay, perfect competition output level എത്രയാണ്? OQ, which is greater than the output level of monopolistic competition, that is OQ1. Okay, then what about the price? Monopolistic competition price എത്രയാണ്? See, OP1 ആണ് കേട്ടോ, P1, which is greater than the price level under perfect competition, that is OP. Okay, അപ്പോൾ ഇവിടെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനുള്ളത് എന്താണ്? monopolistic കോമ്പറ്റീഷനിലെ ഔട്ട്പുട്ട് സ്മാൾ ആണ് കമ്പയർഡ് ടു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ബട്ട് monopolistic കോമ്പറ്റീഷന്റെ പ്രൈസ് ലെവൽ എന്താണ്? ലാർജർ ദാൻ ദാറ്റ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, ആ പോയിന്റ് കൂടി എന്ത് ചെയ്യുക, നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അനദർ ഇൻട്രസ്റ്റിംഗ് മാറ്റർ ഈസ് ദാറ്റ് വൈ ദിസ് എക്സസ് കപ്പാസിറ്റി അണ്ടർ monopolistic കോമ്പറ്റീഷൻ. അതിന് 4 പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ ഇൻഎവിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മാറ്ററാണ് ദ എക്സസ് കപ്പാസിറ്റി. ദാറ്റ് ഈസ് ആക്ച്വലി എ നെഗറ്റീവ് കൺസെപ്റ്റ് വിച്ച് ഷോസ് ദി മിസ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് വേർ വി ക്യാൻ സീ ദി ഐഡിയൽ കപ്പാസിറ്റി ഓഫ് ദ ഫേം. ഓക്കെ, ഫേമിൻ്റെ ഫുൾ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നില്ല, സോഷ്യലി ഡിസൈറബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് ഡിമാൻഡ് കർവ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എ എന്ന പോയിന്റ് അല്ലാതെ ഒരു ഔട്ട്പുട്ട് ലെവല് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ സി മാർജിനൽ കോസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ മാർജിനൽ റവന്യൂ. കാരണം ഫേമിന് ലോസ് വരും. ഇപ്പം നിങ്ങളൊരു എക്സാമ്പിൾ എടുത്ത് നോക്കൂ. ഇവിടെ ഉൽപ്പാദിപ്പിച്ചു എന്ന് വിചാരിക്കുക, ഈ ഭാഗം. ഓക്കെ, ഈ ഭാഗമാണെങ്കിൽ അതിങ്ങനെ വരുമ്പോൾ എന്താണ്? മാർജിനൽ കോസ്റ്റ് ഇവിടെ ഇങ്ങോട്ട് വരും. മാർജിനൽ കോസ്റ്റിൻ്റെ താഴെയാണ് എന്ത്? മാർജിനൽ റവന്യൂ. ഓക്കെ, അപ്പോൾ ഫേമിന് ലോസ് ആണ്. അപ്പോൾ അതൊരു മാറ്റർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ദെൻ എക്സസ് കപ്പാസിറ്റി ഉണ്ടാവാനുള്ള ഒന്നാമത്തെ കാരണം എന്താണ്? ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് ഇവിടെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷന് ഡിമാൻഡ് കർവ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ ആണ്. ഓക്കെ, then second point is that under monopolistic competition we can see too many small firms producing too small output. Okay, അതുകൊണ്ട് തന്നെ കൂടുതൽ സ്റ്റീപ്പർ ആകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? എക്സസ് കപ്പാസിറ്റി കൂടും ഇവിടെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ. ദെൻ തേർഡ് പോയിന്റ് ഇസ് ദാറ്റ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ദ പ്ലാന്റ്. ഓക്കെ, പ്ലാന്റിന് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്, പക്ഷേ അതിനുള്ള പ്രേരണ ആർക്കും ഉണ്ടാവില്ല? ഫേമിന് ഉണ്ടാവില്ല. ദാറ്റ് ഇസ് തേർഡ് പോയിന്റ്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് ദാറ്റ് വി ഹാവ് ഓൾറെഡി മെൻഷൻഡ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ. അപ്പോൾ ഈ 4 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് കൊണ്ടാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എക്സസ് കപ്പാസിറ്റി ഉള്ളത് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക, ആൻസർ ഉഷാറായിട്ട് എഴുതുക, ഗ്രാഫൊക്കെ മനസ്സിലാക്കുക, കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇൻ ദി കമ്മിങ് വീഡിയോ വി വിൽ ഡിസ്കസ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ, then selling cost and so on. Okay, have a nice day. Thank you.